അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ. റബ്ബി, റബ്ബി, അങ്ങയെ കാണാൻ അവൾക്ക് ഇഷ്ടമാണോ എന്ന് നിശ്ചയമില്ല. അവൾക്ക് ആരെയും കാണണ്ട എന്ന് പറയുന്നു. ഞാനിതാ റബ്ബിയെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയാൻ എനിക്ക് ധൈര്യം പോരാ. ഈശോ ശാന്തനായി മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് പത്രോസിനോട് പറഞ്ഞു, ശീമോനെ, ഇനി നിന്റെ ഊഴമാണ്. ഏറ്റവും മൂത്ത മരുമകനാണ് എന്നല്ലേ പറഞ്ഞത്? ശീമോൻ അർത്ഥഗർഭമായി ഒന്ന് ചിരിച്ചിട്ട് ഈശോ പറഞ്ഞതുപോലെ ചെയ്തു. അടുക്കളയിൽ കൂടി നടന്ന് അയാൾ വേറൊരു മുറിയിൽ പ്രവേശിച്ചിട്ട് കതകടച്ചു. പത്രോസ് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. അയാൾ പുറത്തേക്ക് തലയിട്ട് വിളിച്ചു പറഞ്ഞു, ഗുരു, വേഗം വരൂ. പതിഞ്ഞ സ്വരത്തിൽ അയാൾ ഇത്രയും കൂടി പറഞ്ഞു, വേഗം വന്നില്ലെങ്കിൽ അവരുടെ മനസ്സ് ഇനിയും മാറിയെന്നും വരാം. ഈശോ അടുക്കളയിൽ